പുതിയ ലേബർ കോഡുകൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ തുടർന്ന് മാർക്സിയൻ പ്രിൻസിപ്പിൾസ് അംഗീകരിക്കപ്പെട്ട് മാർക്സിന്റെ ആ മുദ്രാവാക്യം പെട്ടതിന് ശേഷമുള്ള മാർക്സിയൻ പ്രിൻസിപ്പിൾസ് ലോകം മുഴുവനും തൊഴിലാളികൾ അംഗീകരിച്ചതിന് ശേഷമുള്ള ആ ഒരു മുദ്രാവാക്യം ആണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. സർവലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ തന്നെ 40 കോടി തൊഴിലാളികളാണുള്ളത്. ഈ 40 കോടി തൊഴിലാളികളെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള 4 ലേബർ കോഡുകളാണ് ഈ 21-ാം തീയതി ഗവൺമെന്റ് പാസ്സാക്കിയത്. അപ്പൊ ഈ ലേബർ കോഡുകളെ പറ്റി ഇതിന്റെ അന്തസത്ത ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ഈ തൊഴിലാളികളോട്, ഇന്ത്യയിലെ ഈ 40 കോടി തൊഴിലാളികളോട് പറയാനുള്ളത്, ഇന്ത്യൻ തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം തുടരുവിൻ എന്നാണ്. കാര്യം ഗവൺമെന്റും ഗവൺമെന്റിന്റെ വക്താക്കളും ഈ 4 കോഡുകളെ പറ്റി വലിയ തോതിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മൾ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ അതല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ നമ്മൾ സർവ്വലോക തൊഴിലാളികളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ചില തൊഴിൽ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO തുടങ്ങിയത്? 1919, അതായത് ബോൾഷെവിക് റവല്യൂഷന്റെ ഒക്കെ ശേഷം, അതായത് അതിൽ നിന്നൊക്കെ ഉണർവ് പ്രാപിച്ച് ആഗോളതലത്തിൽ തന്നെ തൊഴിലാളികളുടെ ചൂഷണം അവസാനിപ്പിക്കണമെന്നും തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും അതായത് ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കണമെന്നും ഉള്ളത് സർവ്വലോകവും അംഗീകരിക്കപ്പെട്ട ഒരു പരമാർത്ഥമായി തീർന്നു. അപ്പോഴാണ് ആ ആവശ്യം മുൻനിർത്തിയാണ് 1919 ഇന്റർനാഷണൽ, അതായത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അഥവാ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. ആ 1919 സ്ഥാപിതമായ ലേബർ, അതായത് യുണൈറ്റഡ് നേഷൻസ് പോലും വരുന്നത് 1945 അതിനും വളരെ മുമ്പ് തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വരാൻ കാരണം കാൾ മാർക്സും മാർക്സിയൻ പ്രിൻസിപ്പിൾസും തൊഴിലാളികൾ സംഘടിക്കുന്നു, ഏത് രാജ്യത്തെയും തൊഴിലാളികൾ സംഘടിച്ചേക്കാം എന്ന ആ സാഹചര്യത്തിൽ അവർ സംഘടിച്ചേ തീരൂ അവരുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ആ സാഹചര്യത്തിലാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. ഈ ഓർഗനൈസേഷൻ വന്നതിന് ശേഷം ആഗോളതലത്തിൽ തൊഴിലാളികളുടെ സാഹചര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെടുകയുണ്ടായി. 2000 ഈ ഒരു കൺവെൻഷൻ, അന്താരാഷ്ട്ര ലേബർ കൺവെൻഷൻ നടന്നു. ആ ലേബർ കൺവെൻഷൻ മാന്യവേതനം നൽകുന്ന തൊഴിൽ, അതായിരുന്നു ആ കൺവെൻഷന്റെ പ്രത്യേകത. അതായത് മാന്യമായ വേതനം ഉറപ്പുവരുത്തുന്ന കൺവെൻഷൻ ആയിരുന്നു 2000 നടത്തിയ കൺവെൻഷൻ. അപ്പൊ ഈ കൺവെൻഷനിൽ ഇന്ത്യയിൽ നിന്ന് മെമ്പേഴ്സ് ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 2000 നടന്ന ഈ കൺവെൻഷനിലെ പറഞ്ഞ കോഡുകൾ, മാന്യമായ വേതനം തൊഴിലാളികൾക്ക് ലഭ്യമാക്കുവാൻ വേണ്ടി ആഗോളതലത്തിൽ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനം, ആ തീരുമാനത്തിലെ നോംസ് എന്തൊക്കെയാണ്? ആ നോംസില് ഇന്ത്യ ഗവൺമെന്റ് 2010 സൈൻ ചെയ്യുന്നത്. അപ്പം ആ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ നോംസ് ഒക്കെ ഇന്ത്യക്കും ബാധകമാണ്. ഇന്ത്യൻ തൊഴിലാളികൾക്കും അതിന്റെ ഗുണങ്ങൾ ലഭ്യമാകേണ്ടതാണ്. എന്തൊക്കെയാണ് അതിനകത്ത് വന്ന 4 കോഡ്സ്, 4 പ്രധാനപ്പെട്ട നോംസ്? അതായത് അന്തസ്സുള്ള ജോലിക്ക് വേണ്ട സൂചകങ്ങൾ അഥവാ മാനദണ്ഡങ്ങൾ, അതാണ് ആ കൺവെൻഷൻ സ്ഥിരീകരിച്ചത്. എന്തൊക്കെയാണ് ആ 4? ഒന്ന്, മാന്യമായ വേതനം, അതായത് മാന്യമായ ഒരു ജീവിത നിലവാരം വച്ചു പുലർത്താൻ. മാന്യമായ ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ നാം ആലോചിക്കണം,
ഈ 2021 നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ തന്നെ 17 ലക്ഷ്യങ്ങൾ, അതായത് ഈ ഒരു നൂറ്റാണ്ടിന് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളായിട്ട് 2030 ആകുമ്പോഴേക്ക് നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളായിട്ട് 17 ലക്ഷ്യങ്ങൾ. അതിനകത്ത് പട്ടിണി ഇല്ലാത്ത ലോകം, അതുപോലെ പോഷണ ദാരിദ്ര്യം ഇല്ലാത്ത ലോകം, അങ്ങനെ കുറേ ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കാനുള്ളത്. ആ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണമല്ലോ അപ്പോൾ വേജസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ആ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സൃഷ്ടിച്ചെടുത്ത മാനദണ്ഡങ്ങൾ അഥവാ നോംസ് ആണ് മാന്യമായ തൊഴിൽ നോംസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് 4. അപ്പോൾ ഒന്നാമത്തേതാണ് അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാന്യമായ വേതനം. രണ്ടാമത്തേതാണ് ഫിക്സിറ്റി ഓഫ് ലേബർ, അതായത് ഹയർ ആൻഡ് ഫയർ പാടില്ല. തൊഴിലിൽ എടുക്കുക, പിരിച്ചുവിടുക, അങ്ങനെ ഇഷ്ടം പോലെ മുതലാളി തൊഴിലാളിയെ അപ്പോയിന്റ് ചെയ്യാനും ഇഷ്ടമില്ല എന്ന് തോന്നുമ്പോൾ പിരിച്ചുവിടാനും പാടില്ല. അതാണ് ഹയർ ആൻഡ് ഫയർ സാധ്യമല്ല, അഥവാ ഫിക്സിറ്റി ഓഫ് ലേബർ എന്താണ്, സ്ഥിരമായിരിക്കണം. പിന്നെ മൂന്നാമത്തേത് ഡയലോഗാണ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് മാനേജ്മെന്റുമായിട്ട് അവരുടെ വേതന സേവന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പാകപ്പിഴകൾ, അതായത് അത് ഗുണപരമായ നന്മ, രണ്ടു കൂട്ടർക്കും ഗുണപരമായ മെച്ചമുണ്ടാകത്തക്ക രീതിയിൽ സേവന വേതന മേഖലകളെ പറ്റി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ, പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഉള്ള യൂണിയനൈസേഷന്, ഒന്നിച്ചു ചേരാനും ബാർഗെയിൻ ചെയ്യാനുമുള്ള അവകാശം, അതാണ് ഡയലോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ കോഡ് എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റിയാണ്. അതായത് തൊഴിലാളികൾക്ക് പിന്നെ റിട്ടയർമെന്റിന് ശേഷവും അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുക, മീൻസ് അവർക്ക് പെൻഷൻ പോലെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടുക. ഈ 4 കോഡാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നിശ്ചയിച്ചിട്ടുള്ള പിന്നെ നോംസ്, അന്തസ്സുള്ള ജോലിക്ക് വേണ്ട നോംസ്. ഈ നോംസ് അംഗീകരിക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യയും. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പാസാക്കിയ ഈ നിയമങ്ങളിലേക്ക് കടന്നു നോക്കുമ്പോഴാണ് നമുക്ക് ഒരു സംശയം തോന്നുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ അന്താരാഷ്ട്ര ലേബർ സംഘടനയുടെ ലേബർ കോഡിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ, വലിയ തോതിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും. ഇപ്പോൾ ഈ 4 കോഡുകൾ എന്ന് പറയുമ്പോൾ 2019 വേതന ചട്ടം, അതായത് ഈ 4 കോഡുകളിൽ ഒന്ന് വേതന ചട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് 2019 പാസ്സാക്കിയതാണ്. 2020 വ്യവസായ ബന്ധ ചട്ടം, അതായത് അവിടെയാണ് വ്യവസായ ബന്ധ ചട്ടത്തിലാണ് 2020 സാമൂഹ്യ സുരക്ഷാ ചട്ടം. അതുപോലെ എന്ന് വെച്ചാൽ സാമൂഹ്യ സുരക്ഷാ ചട്ടം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും വേണ്ടത് ജോലിക്ക് സ്ഥിരതയുണ്ടായിരിക്കുക, ആ സ്ഥിരമായ ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പെൻഷൻ ഉണ്ടാവുക, അതാണ് സാമൂഹ്യ സുരക്ഷാ ചട്ടം എന്നതുകൊണ്ട്. അതായത് നോ ഹയർ ആൻഡ് ഫയർ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുക. ഇതാണ് യഥാർത്ഥത്തിൽ ILO ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചട്ടം. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് സങ്കടകരമായ അവസ്ഥ. പിന്നെ ജോലി സംബന്ധമായ ആരോഗ്യ പ്രവർത്തന സാഹചര്യം എന്നിവയെ സംബന്ധിച്ച ചട്ടങ്ങൾ, അതായത് ആരോഗ്യം, തൊഴിലാളിയുടെ ആരോഗ്യം, പ്രവർത്തന സാഹചര്യം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങൾ. അപ്പൊ ഈ ആരോഗ്യം, പ്രവർത്തനം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങളിലാണ് മറ്റേണിറ്റി ലീവ് പോലെയുള്ള കാര്യങ്ങളെല്ലാം കടന്നു വരേണ്ടത്. അപ്പം അവിടെയൊക്കെ ഗവൺമെന്റ് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് വളരെയധികം സംശയം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഇവിടെ. പക്ഷേ കേന്ദ്രം പറയുന്നത് ഇത് തീർത്തും തൊഴിലാളി സൗഹൃദമാണ് എന്നാണ്. കേന്ദ്രത്തിന്റെ വക്താക്കളും അത് തന്നെയാണ് പറയുക ഇതിനകത്ത്. പക്ഷെ തൊഴിലാളികൾ എന്താ പറയുന്നത്? തൊഴിലാളികൾ പറയുന്നത് ഇത് തൊഴിലാളി വിരുദ്ധമാണ്. തൊഴിലാളി വിരുദ്ധം എന്ന് മാത്രവുമല്ല, തൊഴിലാളികൾ ചോദിക്കുന്ന വേറൊരു ചോദ്യം, ഇതിലെ ഒരു നിയമം 2019 പാസാക്കി, മറ്റു 3 ലേബർ കോഡുകൾ 2020 പാസാക്കി, എന്നിട്ട് എന്തുകൊണ്ട് നടപ്പാക്കാൻ ഇത്രയും താമസിച്ചു? അപ്പോൾ ഇതിനു മുൻപ് തന്നെ ഇതേപ്പറ്റി വലിയ ചർച്ചകൾ നടന്നിരുന്നു. തൊഴിലാളികളും ഗവൺമെന്റും തമ്മിലല്ല നടന്നത്, ഗവൺമെന്റ് തലത്തിൽ തന്നെ പലതരത്തിൽ സംസ്ഥാന ഗവൺമെന്റുകളുമായി ഒക്കെ ചേർന്ന് ചർച്ചകൾ നടന്നിരുന്നു. അവിടെ ഒന്നും
ഒരു അനുരഞ്ജനത്തിന്റെ രൂപം ഉയർന്നു വന്നില്ല. അനുരഞ്ജനത്തിന്റെ രൂപം ഉയർന്നു വന്നില്ലെങ്കിലും സാധാരണ രീതിയിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾ എന്താണ് ആലോചിക്കുക? അതായത് തൊഴിൽ നിയമങ്ങൾ തൊഴിലാളി സൗഹൃദമോ അല്ലയോ എന്നുള്ളതല്ല സംസ്ഥാനങ്ങൾ കാക്ഷിക്കുന്നത്. സംസ്ഥാനങ്ങൾ കാക്ഷിക്കുന്നത് അവിടുത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുമോ. അത് മെച്ചപ്പെടുമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വ്യവസായം വരും, അവിടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടും, അവിടെ വികസനമുണ്ടാകും എന്നൊക്കെയാണ് സാധാരണ രീതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾ ചിന്തിക്കുക. കാരണം അവരുടെ ഭരണകാലത്ത് വളർച്ചയുണ്ടാകണം. ആ വളർച്ച ചൂണ്ടിക്കാട്ടി വീണ്ടും വീണ്ടും ഭരണത്തിൽ വരാൻ അവർക്ക് അവസരം ലഭിക്കണം. അതാണ് സാധാരണ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഗവൺമെന്റും ആഗ്രഹിക്കുക. പക്ഷേ ആ വളർച്ചയ്ക്ക് അങ്ങനെ പറയുമ്പോഴേക്കും പലപ്പോഴും നയങ്ങൾ പ്രോ കോർപ്പറേറ്റ് ആയിരിക്കും, പ്രോ ലേബർ ആയിരിക്കില്ല. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അപ്പം ട്രേഡ് യൂണിയൻസുമായിട്ട്, അതായത് 10ഓളം പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻസ് ഉണ്ട് ഇന്ത്യക്കകത്ത്. ഈ 10ഓളം പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻസുമായിട്ട് പലവട്ടം ചർച്ചകൾ നടത്തി വേണ്ട മാറ്റങ്ങൾ ഇതിനകത്ത് ഈ 4 ലേബർ കോഡ്സിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അവരിപ്പോ ഈ ലേബർ കോഡ്സ് സർവാത്മന സ്വീകരിക്കുമായിരുന്നു. നമുക്കും ഈ ലേബർ കോഡുകൾ പിന്നെ അന്താരാഷ്ട്ര ലേബർ സംഘടനയുടെ ലേബർ കോഡുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നന്നായിരിക്കുന്നു എന്ന് നമുക്കും പറയാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ നമുക്കും അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം അന്താരാഷ്ട്ര ലേബർ കോഡുകളിൽ പലയിടത്തും വെള്ളം ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഗവൺമെന്റ് എന്താണ്, സംസ്ഥാന ഗവൺമെന്റുകളിൽ പലതും എന്നതുപോലെ കേന്ദ്ര ഗവൺമെന്റും ആഗ്രഹിക്കുന്നത് ഒരു പ്രോ കോർപ്പറേറ്റ് തൊഴിലാളി നയമാണ്. അതായത് കോർപ്പറേറ്റുകളെ ശല്യപ്പെടുത്താതെ അടങ്ങി ഒതുങ്ങിയിരുന്ന് തൊഴിൽ ചെയ്ത് രാജ്യത്തിന്റെ GDP ഉയർത്തുക. അപ്പൊ ഈ GDP, അതായത് ആഭ്യന്തര മൊത്ത വരുമാനം, അത് ഉയർത്തുക, അതാണല്ലോ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ മറന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു ഒന്നുണ്ട്, അതായത് ഡെവലപ്മെന്റ്. ഗ്രോത്ത് അല്ല ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഡെവലപ്മെന്റ് ആയി മാറണം. അപ്പൊ എങ്ങനെയാണ് ഗ്രോത്ത് ഡെവലപ്മെന്റ് ആയിട്ട് മാറണേ, എങ്ങനെയാണെന്ന് നമ്മൾ നോബൽ ലോറേറ്റ് ആയ അമർത്യ സെന്നിന്റെ പുസ്തകം, അതായത് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, വികസനമാണ് സ്വാതന്ത്ര്യം എന്ന ആ ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് 1998 കിട്ടുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ്. അപ്പൊ ആ പുസ്തകം വികസനമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് വികസനം? ഗ്രോത്ത് എന്ന് പറയുന്നത് ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ ഉണ്ടാകുന്ന വളർച്ച, അതായത് കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, സേവന മേഖലയിൽ, ഈ 3 മേഖലയിലും ഉണ്ടാകുന്ന വളർച്ചയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത്. ആ 3 മേഖലയിലുമുള്ള വളർച്ച വഴിയായിട്ട് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം. ആ വളർച്ചയുടെ സദ്ഫലങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, വേതനമായിട്ടും മറ്റു പല രൂപത്തിലും. അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് വളർച്ച വികസനമായിട്ട് മാറുന്നത്. അപ്പൊ അതാണ് അമർത്യ സെൻ പറഞ്ഞത് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, വികസനമാണ് സ്വാതന്ത്ര്യമെന്ന്. അപ്പോ രാഷ്ട്രത്തിന്റെ GDP $1 ട്രില്യൺ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കും. പക്ഷെ അതെല്ലാം കോർപ്പറേറ്റ്സ് ലാഭമായിട്ട് അടിച്ചു മാറ്റും. വളരെ താഴ്ന്ന വേതനം, മറ്റെല്ലാ അരക്ഷിതാവസ്ഥകളും തൊഴിൽ മേഖലകളിൽ നിലനിൽക്കുക, സാധാരണക്കാരന് വളർച്ചയുടെ പ്രയോജനം കിട്ടാതിരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തെ സ്വാതന്ത്ര്യം എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അതുകൊണ്ടാണ് അമർത്യ സെൻ പറഞ്ഞത് വികസനമാണ് സ്വാതന്ത്ര്യമെന്ന്. വികസനമുണ്ടോ? വികസനം എന്താണ്? വികസനം എന്ന് പറയുന്നത് വളർച്ചയുടെ സദ്ഫലങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് വികസനം എന്ന് പറയുന്നത്. അപ്പൊ ആ ജനങ്ങളിലേക്ക് വികസനം ഇറങ്ങിച്ചെല്ലണമെങ്കിൽ മാന്യമായ തൊഴിൽ അന്തരീക്ഷം ഉണ്ടായിരിക്കണം, മാന്യമായ വേതനം ഉണ്ടായിരിക്കണം, മാന്യമായ എല്ലാവിധ തൊഴിൽ ചട്ടങ്ങളും നിലവിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രം ഇപ്പൊ ഇന്ത്യയിലെ 40 കോടി തൊഴിലാളികൾ, 146 കോടി 39 ലക്ഷം ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 40 കോടി തൊഴിലാളികളാണുള്ളത്. ഈ 40 കോടി തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും സൗകര്യങ്ങളും കിട്ടുമ്പോൾ അത് അവരുടെ കുടുംബങ്ങളിലേക്കാണ് എത്തിച്ചെല്ലുന്നത്. ആ കുടുംബങ്ങളുടെ എന്താണ് പറയുക, ആരോഗ്യവും വിദ്യാഭ്യാസവും എല്ലാം സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വികസനം ഉണ്ടാകേണ്ടത്. അപ്പൊ അത് മനസ്സിൽ കണ്ടിട്ട് തന്നെയാണോ ഇതുപോലെ 4 ലേബർ കോഡുകൾ
സൃഷ്ടിച്ചെടുത്തത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് തൊഴിലാളികളുമായും തൊഴിലാളി നേതാക്കന്മാരുമായിട്ടും പലവട്ടം ചർച്ചകൾ ഗവൺമെന്റ് നടത്തി ആയിരുന്നു ഈ ലേബർ കോഡുകൾ രൂപീകരിക്കേണ്ടിയിരുന്നത്. അങ്ങനെ രൂപീകരിച്ചിട്ടില്ല എന്നാണ് അഖിലേന്ത്യാ തലത്തിലുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും പരാതിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ താമസിയാതെ തന്നെ സമര രംഗത്തേക്ക് ഇറങ്ങാനായിട്ട് ആഹ്വാനം മുഴക്കിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഈ ലേബർ കോഡുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് നിലവിലുണ്ടായിരുന്ന 29 നിയമങ്ങൾക്ക് പകരം, അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നിലവിലിരുന്ന 29 നിയമങ്ങൾക്ക് പകരമാണ് 4 നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ 4 നിയമങ്ങൾ കൊണ്ടുവന്നു. അവ തൊഴിലാളി സൗഹൃദമാണെന്ന് ഗവൺമെന്റ് പറയുന്നു. പക്ഷെ തീരെ തൊഴിലാളി സൗഹൃദമല്ല എന്നാണ് തൊഴിലാളികൾ അവകാശപ്പെടുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ കോഡുകളിൽ ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ ജീവനക്കാർക്കും കുറഞ്ഞ കൂലി ഉറപ്പാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മിനിമം വേജസ് 700 രൂപയായിട്ട് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു മിനിമം വേജ് വേറൊരു സംസ്ഥാനത്തുമില്ല. അതായത് ഇന്ത്യയിലെ മിനിമം വേജ് എന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് കൊടുക്കുന്ന വേതനത്തെക്കാൾ താഴ്ന്ന വേതനമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. 2005 തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിന് 180 രൂപയായിരുന്നു വേജായിട്ട് ഒരു ദിവസത്തെ വേതനമായിട്ട് ഫിക്സ് ചെയ്തത്. അങ്ങനെ അത് ഫിക്സ് ചെയ്തത് തന്നെ അതിനേക്കാൾ വളരെ താഴെയായിരുന്നു അന്നത്തെ ഇന്ത്യയിലെ മിനിമം വേതനം. ആ മിനിമം വേതനത്തെ ഉയർത്തിക്കൊണ്ടുവരണം. അത് ഉയർത്തിക്കൊണ്ടുവരാൻ നിയമം കൊണ്ടുവന്നാലൊന്നും ഇന്ത്യയിൽ നടപ്പാകില്ല. അപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് 180 രൂപ വേതനം കിട്ടുമ്പോൾ മറ്റു തൊഴിലുകളൊക്കെ ഉപേക്ഷിച്ച് തൊഴിലാളികൾ തൊഴിലുറപ്പിന് പോകാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ മറ്റു തൊഴിലുടമകൾ ഈ 180 രൂപയോ അതിനേക്കാൾ ഇച്ചിരി കൂടുതലോ കൂലി കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തും. അങ്ങനെ അവരെ പ്രേരിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് 180 രൂപ അന്ന് കൂലി വെച്ചത്. ഇപ്പൊ 232 രൂപയാണെന്ന് തോന്നുന്നു പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി. അപ്പൊ 232 രൂപയാണെങ്കിൽ അതിനേക്കാൾ താഴെയോ അല്ലെങ്കിൽ അതിന്റെ ലെവലിലോ ആണ് ഇപ്പോഴും മിനിമം വേജസ്. ഈ കേരളത്തിൽ 700 രൂപ മിനിമം വേജ് എന്ന് ഫിക്സ് ചെയ്തു. അത് ഫിക്സ് ചെയ്തിട്ട് ഇപ്പോഴെത്രയാണ് ഇവിടെ നിലവിലിരിക്കുന്നത്? ഇവിടെ നിലവിലിരിക്കുന്ന 1250 അതിനു മുകളിലേക്കുമുള്ള തുകയാണ് ഇവിടെ ഇപ്പോൾ നിലവിലിരിക്കുന്ന മിനിമം വേജസ്. അതുകൊണ്ടാണ് മിനിമം വേജസും മാക്സിമം വേജസും എന്ന് വെച്ചോളൂ. മാക്സിമം എത്ര വേണമെങ്കിലും അവർക്ക് ചോദിക്കാൻ കൊടുക്കുന്നത്, മിനിമം എങ്കിലും കൊടുത്തിരിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കേരളത്തിലേക്ക് 40 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ തൊഴിലിന് വരുന്നത് എന്നതിന്റെ തന്നെ ഉദാഹരണം, അതായത് എന്നതിന്റെ തന്നെ എക്സ്പ്ലനേഷൻ നമുക്ക് ഈ മിനിമം വേജസിൽ നിന്ന് കിട്ടും. ബീഹാറുകാര്, ധാരാളം ബീഹാറികള് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ ബംഗാളികളും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നുണ്ട്. എങ്കിലും വെസ്റ്റ് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത്. അത് ഇവിടുത്തെ ഈ ഉയർന്ന കൂലി കാരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അതായത് മിനിമം കൂലി വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു രാജ്യത്താണ് എല്ലാ ജീവനക്കാർക്കും കുറഞ്ഞ കൂലി ഉറപ്പാക്കിയത്. ആ കുറഞ്ഞ കൂലി വേണ്ടത്ര ഉയർത്തിയിട്ടില്ല എന്നതാണ് അതിനെ പറ്റിയുള്ള പരിഭവം. ഇനി 2, ഗ്രാറ്റുവിറ്റി ലഭിക്കാനുള്ള കുറഞ്ഞ കാലാവധി 5 വർഷത്തിൽ നിന്ന് 1 വർഷമാക്കി. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒരു നയമാണ്. അതായത് ഗ്രാറ്റുവിറ്റി ലഭിക്കുവാനുള്ള കാലാവധി പണ്ട് 5 വർഷം ജോലി ചെയ്താലായിരുന്നു, ഇപ്പൊ അത് 1 വർഷമായി മാറ്റിയിരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലതാണ്. സ്ത്രീ പുരുഷ വേതന തുല്യത, പുരുഷ വേതന തുല്യത എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ കാർഷിക മേഖലയിലോ മറ്റങ്ങനെയുള്ള പല മേഖലകളിലും പുരുഷന്മാർക്ക് കാർഷിക വൃത്തിക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന വേതനം പുരുഷന്മാർക്ക് കിട്ടുന്നതിനേക്കാളും വളരെ താഴ്ന്ന വേതനമാണ്. അപ്പൊ അവിടെ ഒരു തുല്യത, ആ തുല്യത എത്ര കണ്ട് നടപ്പാക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടത്. അതുപോലെ അസംഘടിത തൊഴിലാളികളായ ഗിഗ് വർക്കേഴ്സിനെ തൊഴിലാളികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്, അങ്ങനെയുള്ളവര് അവർക്ക് യാതൊരുവിധ തൊഴിലവകാശങ്ങളും ഇല്ലായിരുന്നു. അവരെ തൊഴിലാളി വർഗത്തിന്റെ പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇപ്പൊ അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് മറ്റു തൊഴിലാളികൾക്കുള്ളതുപോലുള്ള അവകാശങ്ങളും പിന്നെ അർഹമായിട്ടുണ്ട്, അവര് അർഹരായിട്ടുണ്ട് എന്നാണ് വേറൊരു ഈ കോഡിന്റെ മറ്റൊരു പ്രത്യേകത. അത് തീർച്ചയായിട്ടും നല്ലതാണ്. സ്ത്രീ തൊഴിലാളികൾക്ക്
വേണ്ടത്ര പരിരക്ഷ കിട്ടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് രാവിലെ 6-ന് മുൻപും വൈകിട്ട് 7-ന് ശേഷവും സ്ത്രീകൾക്ക് എല്ലാത്തരം സംരംഭങ്ങളിലും ജോലി എടുക്കാം എന്നാണ് പുതിയ കോഡ് പറയുന്നത്. ഇപ്പോൾ നിലവിലിരിക്കുന്ന അവസ്ഥയിൽ ചില ജോലികളിലൊക്കെ സ്ത്രീകൾക്ക് രാത്രിയിൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് മാറ്റിക്കൊണ്ട് അവസരം ഒരുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ 40 വയസ്സിന് മുകളിലുള്ള തൊഴിലാളികൾക്ക് വർഷത്തിൽ ഒരിക്കൽ സൗജന്യ ആരോഗ്യ പരിശോധന അത് ഉണ്ട്. അത് സ്ത്രീകൾക്കെന്ന് മാത്രമല്ല, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ലഭ്യമായിട്ടുള്ള ഒരു സൗകര്യമാണ്. അതുപോലെ വേറെ ഒന്നുണ്ട്, ഈ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ അതിപ്രസരം ഇപ്പോൾ നമുക്ക് കേരളത്തിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പം അവരെയും കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു മെഷർ ഇതിനകത്തുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വർഷത്തിൽ ഒരിക്കൽ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ യാത്രാബത്ത. അത് നല്ലൊരു തീരുമാനമാണ്. ഈ യാത്രാബത്ത മാത്രം പോരാ, അവർ മരണപ്പെട്ടാൽ അവരുടെ ശവശരീരം കൊണ്ടുപോകുന്നതിന് അതിനൊക്കെ തീർച്ചയായിട്ടും സൗകര്യം ഒരുക്കേണ്ടതാണ്. കേരളത്തിലെ ഈ കോവിഡ് കാലത്തൊക്കെ അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പിന്നെ അവരുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതിന് അപ്പോൾ മാത്രമല്ല, അല്ലാതെ തന്നെ ആക്സിഡന്റിൽ മരിക്കുന്നവർക്കൊക്കെ സർക്കാർ സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെയുള്ള നിയമങ്ങളും കൂടി ഇതിനകത്ത് വരണം. മൈഗ്രന്റ് വർക്കേഴ്സ് എവിടെ മരിച്ചാലും, ഇതിപ്പോ ഈ ഇന്ത്യക്ക് അകത്തുള്ള മൈഗ്രന്റ് വർക്കേഴ്സ് മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രവാസികള്, ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്ത് പണം ഇങ്ങോട്ട് അയക്കുന്ന പ്രവാസികള്, അവര് അവിടെ മരിച്ചാൽ, ഏത് രാജ്യത്ത് ജോലി ചെയ്യുന്നു അവിടെ മരിച്ചാൽ, അവിടെ നിന്ന് ആ ഗവൺമെന്റ് ചെലവിലില്ല, നമ്മുടെ ഗവൺമെന്റിന്റെ ചെലവില് അവരുടെ സ്വദേശത്തേക്ക് എത്തിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാണ്. ആ നിയമവും കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വരുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. അവരുടെ ആൾക്കാര് പ്രവാസത്തിൽ, അതായത് ജോലിയിലിരിക്കെ മരിക്കുകയാണെങ്കിൽ ആ മരിക്കുന്ന രാജ്യത്ത് നിന്ന് അവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നത് സർക്കാരിന്റെ ചെലവിലാണ്. അതല്ലാതെ ആ കുടുംബത്തിന്റെ ചെലവിലല്ല, മരിച്ച രോഗിയുടെ കുടുംബത്തിന്റെ ചെലവിലല്ല. ആ രീതിയൊക്കെ ഇന്ത്യ എന്നേ സ്വീകരിക്കേണ്ടതാണ്. കോവിഡ് കാലത്ത് മാത്രമാണ് അതിനുവേണ്ടി പ്രത്യേക പ്ലെയിനൊക്കെ സജ്ജീകരിച്ച് അവരെ മരിച്ചവരെ അവിടെ നിന്ന് ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വന്ദേ ഭാരത് വഴിയായിട്ട് സൗകര്യം ഒരുക്കിയത്. അതുപോലെ തന്നെ മറ്റൊരു സൗകര്യം, തൊഴിലാളികളുടെ കുഞ്ഞുങ്ങൾക്ക് ക്രഷ് സൗകര്യം. ഇത് സ്ത്രീ തൊഴിലാളികൾക്ക് പുരുഷന്മാർക്കും ഒരുപോലെ ഗുണപരമാണ്. എങ്കിൽ പോലും സ്ത്രീകളുടെ കാര്യക്ഷമതയെ ഒരുപാട് സ്വാധീനിക്കുന്നതും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെയും വളർച്ചയെയും വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നതുമായ ഒരു ഘടകമാണ്. അതായത് തൊഴിൽ ഇടങ്ങളോട് ചേർന്ന് തന്നെ ക്രഷ് സൗകര്യം ഉണ്ടാവുക. അങ്ങനെ ക്രഷ് സൗകര്യം ഉണ്ടായാൽ അമ്മയ്ക്ക് സമാധാനമായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യാം. കുഞ്ഞിന്റെ ആരോഗ്യം പരിപാലനവും ഒരു പരിധി വരെ അമ്മയെ കൊണ്ട് നടത്താൻ പറ്റും. അല്ലെങ്കിലും അമ്മയുടെ സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ ആരോഗ്യ പരിപാലനത്തിൽ അത് നടത്തി കൊടുക്കാൻ ഉത്തരവാദപ്പെട്ടവർ കൂടുതൽ ജാഗരൂകരാകും. അപ്പൊ അത് തീർച്ചയായിട്ടും നല്ല ഒരു ഇതാണ്. അപ്പോൾ BJP ഗവൺമെന്റിനെ, അതായത് ഈ കോഡുകൾ നടപ്പാക്കിയ BJP ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രേഡ് യൂണിയനിൽപ്പെട്ടവർ പറയുന്നത്, രാജ്യത്തെ 7% തൊഴിലാളികൾക്ക് മാത്രമാണ് നിലവിൽ മിനിമം വേതനം ലഭിക്കുന്നത്. അതാണ് ഇപ്പൊ ഗിഗ് വർക്കേഴ്സ് അടക്കമുള്ളവരിലേക്ക് എത്തിപ്പെടുന്നത്. അത് ഒരു നല്ല മാറ്റമായിട്ട് തന്നെ സ്വീകരിക്കണം എന്നാണ്. തീർച്ചയായിട്ടും അത് നല്ല മാറ്റം തന്നെയാണ്. പക്ഷെ ആ മിനിമം വേതനം എത്ര, അത് മാന്യമായ ജീവിതത്തിന് ഉതകുന്ന മിനിമം വേതനമാണോ, അതാണ് വിശകലനം ചെയ്യുകയും അതല്ലെങ്കിൽ മാന്യമായ ജീവിതത്തിന് ഉതകുന്ന മിനിമം വേജസിലേക്ക് അത് ഉയർത്താൻ ശക്തമായ രീതിയിൽ ശബ്ദം ഉയർത്തുകയും ചെയ്യേണ്ടതാണ്. ഒരു 700 രൂപ പോലെയുള്ള ഒരു തുകയിലേക്കെങ്കിലും അത് എത്തിച്ചേരേണ്ടതാണ് അത്യാവശ്യമായിട്ടും. അതുപോലെ 5 വർഷത്തിലൊരിക്കൽ അവരുടെ ശമ്പള വർധനവ്, അതായത് ഈ മിനിമം വേതനത്തില് ഒരു വർധനവ് വേണം എല്ലാ 5 വർഷത്തിലും. അതും തീർച്ചയായിട്ടും ആശ്വാസകരമായ ഒരു നടപടി തന്നെയാണ്. 5 വർഷത്തിൽ ഒരിക്കൽ മിനിമം വേതനത്തിൽ, അതായത് വേതന പരിഷ്കരണം എന്ന് തന്നെ നമുക്കതിനെ വിളിക്കാം. അത് തീർച്ചയായിട്ടും അതും നല്ലതാണ്. അപ്പൊ ഇതിനകത്ത് ചില നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ കൂടുതലും അപകടകരമായ, അതായത് ഈ നല്ല നയങ്ങളെ പോലും മോശമാക്കി തീർക്കത്തക്ക രീതിയിൽ ഉള്ള ചില ഉപഘടകങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. അതേസമയത്ത് എത്രയെത്ര ദൂഷ്യങ്ങളാണുള്ളത്. ഈ പറഞ്ഞ ഗുണങ്ങളെക്കാളൊക്കെ
കൂടുതൽ ദൂഷ്യങ്ങൾ ഉള്ളതായിട്ടാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ദൂഷ്യങ്ങൾ? അതായത് ഈ ഇത് നിലവിലിരിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ കവരുന്നതാണ് ഈ ലേബർ കോഡ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പിന്റെ വിമർശനത്തിന്റെ കാരണം. നിലവിലിരിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ കവരുന്നത് പൂർണ്ണമായിട്ട് കവരുകയില്ല, അതിനൊക്കെ പരിധി നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ആ പരിധി നിശ്ചയമാണ് അവരെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും, അവരുടെ അവസ്ഥ ഇപ്പോഴത്തേതിലും മോശമാകും എന്ന സ്ഥിതി സൃഷ്ടിക്കുന്നത്. അതായത് ഇവിടെ തൊഴിലാളികൾ തന്നെ പറയുന്നത് ഈ കാലം, അതായത് മാർക്സിയൻ കാലം കഴിഞ്ഞു, നമ്മളിപ്പോൾ 21st സെഞ്ചുറിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഈ 21st സെഞ്ചുറിയിലേക്ക് വന്നിരിക്കുമ്പോൾ തൊഴിലാളികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം, നല്ല വേതനം, നല്ല മെച്ചപ്പെട്ട ജീവിത നിലവാരം, ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും അത് ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് 4 നോംസ് 2000 കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടുതൽ അടിച്ചമർത്തലുകൾക്ക് തൊഴിലാളികൾ വശമതരാകുന്നു എന്നതാണ് ഇതിനെ വിമർശിക്കുന്ന ഈ 4 കോഡുകളെയും വിമർശിക്കുന്നവര് ഉയർത്തുന്ന ഏറ്റവും വലിയ വിമർശനം. അപ്പൊ ഇനി തടവുകൾക്ക് അതായത് സമരത്തിന് തടവ് ശിക്ഷ, അതായത് വേതനം പോരാ, അല്ലെങ്കിൽ മറ്റ് തരത്തില് പീഡിപ്പിക്കുന്നു, അതായത് ക്യാപിറ്റലിസ്റ്റ് മുതലാളി പീഡിപ്പിക്കുന്നു എന്നൊരു ഭയം ഉണ്ടോ? അങ്ങനെ ഒരു ഭയം ഉണ്ട്. അങ്ങനെ ഒരു ഭയം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ പഴുതുകൾ, ഈ കോഡുകളുടെ പഴുതുകളിലൂടെ നോക്കുമ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റിന്, ഒരു മുതലാളിക്ക് തൊഴിലാളിയെ എങ്ങനെ വേണമെങ്കിലും പീഡിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും എന്നാണ് അവരെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം തൊഴിലാളി പക്ഷ നിയമങ്ങൾ നിലനിൽക്കെ അവ നടപ്പാക്കി കിട്ടാൻ സമരം ചെയ്യേണ്ടി വരാറുണ്ട്. സാധാരണ രീതിയിൽ തൊഴിലാളി പക്ഷമായിരിക്കും നിയമങ്ങൾ, പക്ഷെ അത് നിയമങ്ങൾ നടപ്പാക്കാൻ സാധാരണ രീതിയിൽ കമ്പനി മേധാവികൾ സമ്മതിക്കത്തില്ല. കാരണം അത് അവരുടെ ലാഭത്തെ അല്ലെങ്കിൽ അവരുടെ വർക്ക് എഫിഷ്യൻസിയെ, അങ്ങനെ പലതിനെയും അവർ കൂടുതൽ സമയം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. അങ്ങനെ പല ഗുണങ്ങളും, അവർ ആഗ്രഹിക്കുന്ന പല ഗുണങ്ങളും കിട്ടാതെ പോകും എന്നുള്ളത് കൊണ്ട് ഈ നിയമങ്ങൾ അതുപോലെ നടപ്പാക്കാൻ സാധാരണ ആരും തയ്യാറാവുകയില്ല. അപ്പം അങ്ങനെ ഒക്കെ വരുന്ന സാഹചര്യത്തില് എന്താണ് ചെയ്യുക? പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഒരു സമരം ചെയ്യാം, ഓൾ ഓൺ എ സഡൻ ഇല്ല, അത് പറ്റില്ല. 14 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ട് മാത്രമേ സമരം ചെയ്യാവൂ. അതായത് 14 ദിവസത്തെ നോട്ടീസ്, ഞങ്ങൾ സമരം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ സമരം ചെയ്യാവൂ. അങ്ങനെ അല്ലാതെ സമരം ചെയ്താൽ 50,000 രൂപ പിഴയും 1 മാസം തടവും അനുഭവിക്കേണ്ടി വരും. ഇതാണ് പണ്ടില്ലാതിരുന്നതും ഇപ്പോൾ ചേർത്തിരിക്കുന്നതുമായ തൊഴിലാളികളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാക്കുന്ന, വരുതിയിലാക്കുന്ന, അതായത് തൊഴിലാളികളെ വരുതിയിലാക്കാനുള്ളതാണ്. അതായത് അടങ്ങി ഒതുങ്ങിയിരുന്നോ, ജോലി ചെയ്തോ, അല്ലെങ്കിൽ നിനക്ക് 50,000 രൂപ പിഴയും ഈ പറഞ്ഞതുപോലെ 1 മാസം തടവും ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ട്രേഡ് യൂണിയനായിട്ട് അംഗീകാരം കിട്ടണമെങ്കിലോ 10% 100 ജീവനക്കാരോ വേണം. അപ്പോൾ അവിടെയും കണ്ടീഷൻ വന്നു, 10% തൊഴിലാളികളോ അതും അല്ലെങ്കിൽ 100 ജീവനക്കാരോ ചേർന്നാൽ മാത്രമേ ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ തൊഴിലാളികളിൽ 51% പേരുടെ അംഗത്വമുള്ള യൂണിയനുകൾക്ക് മാത്രമേ മാനേജ്മെന്റുമായിട്ട് നേരിട്ട് ചർച്ചകൾ നടത്താൻ പറ്റൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ILOയുടെ 3ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നോമാണ് ഡയലോഗ്. അതായത് സംഘടിക്കാനും സംഘടിച്ച് അതായത് യൂണിയനൈസ് ചെയ്യാനും യൂണിയനൈസ് ചെയ്ത് അവനവന്റെ തൊഴിൽ സാഹചര്യങ്ങളെ പറ്റി, അതിന്റെ മെച്ചപ്പെടുത്തലുകളെ പറ്റി മാനേജ്മെന്റുമായിട്ട് സംസാരിക്കാനുമുള്ള അവകാശം, അതാണ് ഡയലോഗ് എന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ 2000 ആണ്ടിലെ ഇതിൽ പറയുന്നത്. അതിനാണ് ഇവിടെ വലിയ തോതിൽ ക്ഷതം പറ്റിയിരിക്കുന്നത്. എന്താണ് പറ്റിയിരിക്കുന്നത് എന്ന് നോക്ക്. 51% പേരുടെ അംഗത്വമുള്ള യൂണിയനുകൾക്ക് മാത്രമേ, അപ്പം ഒരു കമ്പനിയില് ഉള്ള യൂണിയനുകളിൽ ഒരുപാട് പേരും കമ്പനി മേധാവികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നതിനനുസരിച്ച് നടക്കുന്നവരായിരിക്കും. അവരവരുടെ അവകാശം, എന്നിട്ട് അവരെ പ്രീണിപ്പിച്ച് വലിയ കൈനീട്ടങ്ങളൊക്കെ മേടിക്കുന്നുണ്ടാകും അവര്. പക്ഷെ പൊതുവെ തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായിട്ട് പോകുന്ന കമ്പനി മേധാവികളായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തില് 51% പേരുടെ, അതായത് ഭൂരിപക്ഷം തൊഴിലാളികളുടെ
പിന്നെ ഒത്തുചേരൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു സമരം ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത് അടിച്ചമർത്തപ്പെടും, അല്ലെങ്കിലാണ് നമ്മൾ പറഞ്ഞതുപോലെ കോടതിയിലേക്ക് പോകേണ്ടി വരിക. അതായത് വ്യവസായ സൗഹൃദം, ഈ രാജ്യത്തെ വ്യവസായ സൗഹൃദമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വ്യവസായികൾക്ക്, കോർപ്പറേറ്റുകൾക്ക് അനുകൂലവും തൊഴിലാളികൾക്ക് പ്രതികൂലവുമായ ചട്ടങ്ങളാണ് ഈ ലേബർ കോഡിൽ പതിയിരിക്കുന്നത്. അതിനെയാണ് തൊഴിലാളികൾ എതിർക്കുന്നത്. അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. കാരണം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലാളിയുടെ മേൽ പരിധികൾ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അപലപനീയമാണ്. കാരണം നമ്മൾ ഓർക്കണം, ഒന്നാമത്തെ പോപ്പുലേഷനായ ഇന്ത്യ 40 കോടി തൊഴിലാളികളാണെന്ന് ഓർക്കണം. അതായത് 40 കോടി തൊഴിലാളികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് ഇന്ത്യ മാറാൻ പാടില്ല. അങ്ങനെ മാറിയാൽ വികസനം, ഡെവലപ്മെന്റ്, വളർച്ചയുടെ ഫലമായിട്ട് വികസനമോ അതായത് ഡെവലപ്മെന്റോ ഉണ്ടാവുകയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത് എതിർക്കപ്പെടേണ്ട കാരണം തന്നെയാണ്. അതുപോലെ കാരണം കൂടാതെ പിരിച്ചുവിടാൻ നേരത്തെ 100 പേർ വരെയുള്ള സംരംഭത്തിന് പാടില്ലായിരുന്നു. അതായത് 100 വരെ പേര് വർക്ക് ചെയ്ത സംരംഭമാണെങ്കിൽ കാരണം കൂടാതെ പിരിച്ചുവിടാമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ 300 വരെയുള്ളവരെ തൊഴിലാളികളുള്ള യൂണിറ്റുകൾക്ക് മാത്രമാണ് അങ്ങനെ പിരിച്ചുവിടാനുള്ള അവകാശം വന്നിരിക്കുന്നത്. അതായത് അവിടെ തന്നെ വരുത്തിയിരിക്കുന്ന ഒരു മാറ്റം, പിരിച്ചുവിടുന്നതിൽ തന്നെ തൊഴിൽ വകുപ്പിന്റെ താല്പര്യം നോക്കണ്ട. തൊഴിൽ വകുപ്പ് എന്തു പറയുന്നു, ഈ 100 പേരുള്ളതിൽ ഇത്ര പേരെ ഞങ്ങൾ പിരിച്ചുവിടാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ 300 പേരിൽ ഇത്ര പേരെ പിരിച്ചുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞ് തൊഴിൽ വകുപ്പിന്റെ അഭിപ്രായങ്ങൾ പോലും നോക്കാതെ കമ്പനിക്ക് സ്വമേധയാ തീരുമാനിച്ച് പിരിച്ചുവിടാനുള്ള അവസരമാണ് ഈ കോഡ് സാധ്യമാക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ആണെങ്കിൽ 100 തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ അടച്ചിടാൻ സർക്കാരിന്റെ അനുമതി തേടേണ്ടിയിരുന്നു. 100 തൊഴിലാളികളുള്ള ഒരു സ്ഥാപനം അടച്ചുപൂട്ടണം എന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിന്റെ അനുമതി തേടണമായിരുന്നു. കാരണം 100 പേര് തൊഴിലില്ലാതെ പുറത്താകും എന്നുള്ള കാരണം. ഈ പരിധി 100-ൽ നിന്ന് 300 ആക്കി ഉയർത്തി. അപ്പോൾ 300 തൊഴിലാളികൾ വരെയുള്ള ഒരു മേഖലയ്ക്ക് അത് അടച്ചിടണം എന്ന് വിചാരിച്ചാൽ സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരിന്റെ പെർമിഷൻ ചോദിക്കുകയോ ചെയ്യാതെ സ്വമേധയാ കമ്പനി മേധാവികൾക്ക് അടച്ചുപൂട്ടി പോകാനൊക്കും. അപ്പൊ അതും വലിയൊരു ചതിവാണ്. കാരണം 100 പേർ വരെയുള്ള ചെറിയ ഒരു യൂണിറ്റിനെ പോലെയല്ല, അതിന്റെ 3 ഇരട്ടി പേർ ജോലി ചെയ്യുന്ന യൂണിറ്റിന്, അതായത് ഗവൺമെന്റിന്റെ യാതൊരു പെർമിഷനും ഇല്ലാതെ, ഗവൺമെന്റിന്റെ അറിവ് പോലും ഇല്ലാതെ തന്നെ അടച്ചുപൂട്ടി രക്ഷപ്പെട്ടു പോകാൻ കമ്പനിക്ക് കഴിയും എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ വലിയ തോതിൽ തൊഴിലാളികളെ വലിയ അപകടത്തിലേക്ക്, അതായത് അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അവർ ഇതുവരെ അനുഭവിച്ചിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു. അവർക്ക് ഒന്നിച്ചു നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിക്കാനോ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കാനോ ഉള്ള സാധ്യതകൾ മങ്ങിപ്പോകുന്നു. ഇതെല്ലാം ഈ തൊഴിൽ കോഡുകളുടെ, ഈ 4 കോഡുകളുടെയും കൂടി ആത്യന്തിക ഫലമാണ്. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട 10 തൊഴിലാളി യൂണിയനുകൾ ഒന്നിച്ച് സമരത്തിലേക്ക് പോകുമെന്ന് ഇപ്പോൾ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയല്ല, അവർ സമരത്തിലേക്ക് പോകണം. അവർ സമരത്തിൽ പോയി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ ലേബർ കോഡിൽ വേണ്ടത്ര മാറ്റങ്ങൾ ഉടനടി വരുത്തേണ്ടതാണ്. കാരണം ഈ പറയപ്പെട്ട ലേബർ കോഡ് ഒന്നും തന്നെ തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്നതല്ല, തൊഴിലാളികളെ എതിർത്തുകൊണ്ട് അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന നയങ്ങളാണ്. അപ്പൊ യൂണിയൻ ഫോം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. യൂണിയൻ ഫോം ചെയ്യുന്നതിന് ഇപ്പോൾ 10% തൊഴിലാളികളോ അല്ലെങ്കിൽ 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യൂണിയൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ ഈ 10% എന്നുള്ളത് 7% ആയിരുന്നു. അപ്പൊ അവിടെയും ഒരു വർധനവ്, കൂടുതൽ തൊഴിലാളികൾ ഉൾപ്പെട്ടാൽ മാത്രമേ, പൊതുവെ നമുക്കറിയാം ഒരു ആഗോളതലത്തിലുള്ള ഒരു ട്രെൻഡാണ് ഈ അതായത് കമ്പനികളെ, ഗവൺമെന്റിനെ താങ്ങി നിൽക്കുന്നവര്, നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ അവസ്ഥ തന്നെ. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോലീസ് സിസ്റ്റം ഉള്ള കേരളമാണ്. പക്ഷെ ആ പോലീസ് സിസ്റ്റം മുഴുവനും ഗവൺമെന്റിന്റെ ചൊൽപ്പടിയിലായി പോയാൽ, ഗവൺമെന്റ് പറയുന്നത് കേട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒന്നായി പോയാൽ എന്ത് സംഭവിക്കും? അത് തന്നെയാണ് തൊഴിലാളി യൂണിയനുകളുടെ കാര്യത്തിലും സാധാരണ സംഭവിക്കുക. ഒരു മാർക്സ് എല്ലായ്പ്പോഴും ഉയർത്തെഴുന്നേറ്റ് വരില്ല.
അതെ അപ്പൊ ഒരു മാർക്സിന് പകരം മറ്റൊരു മാർക്സ് തൊഴിലാളികളുടെ കൂട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നാൽ മാത്രമേ അവരെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവകാശ ബോധമുള്ളവരാക്കി അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാക്കി മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ലേബർ കോഡ്സ് നമ്മുടെ തൊഴിലാളികളെ സംരക്ഷിക്കുകയല്ല, അവരുടെ പല ആശ്വാസ കോഡുകളും നടപടികളും ഇല്ലാതെ ആശ്വാസം ഇല്ലാത്തതാക്കി അവരെ എരുതിയിലേക്ക് എടുത്തെറിയുന്ന തരത്തിലുള്ള കോഡുകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന്, ഇന്ത്യൻ തൊഴിലാളി സമൂഹത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു മാർക്സ് ഉയർത്തെഴുന്നേറ്റേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച് അവരുടെ അവകാശങ്ങൾ നേടി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള, മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലുള്ള മാന്യമായ ജീവിതം സാധ്യമാകണം. മാന്യമായ ജീവിതം സാധ്യമാകണം, തൊഴിലിന് ഉറപ്പുണ്ടാകണം, അതായത് ഹയർ ആൻഡ് ഫയർ പാടില്ല. അതുപോലെ അവർക്ക് മാനേജ്മെന്റുമായിട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. അതുപോലെ അവരുടെ പെൻഷൻ ആയി കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ കിട്ടി അവരുടെ എന്താണ് വാർദ്ധക്യം ആ പെൻഷന്റെ സൗകര്യത്തോടു കൂടി മുന്നോട്ട് തട്ടി നീക്കുവാൻ കഴിയണം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ ലേബർ കോഡ് കൊണ്ട് ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. തൊഴിലാളികൾ തീർച്ചയായിട്ടും സംഘടിക്കുകയും ഇതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയും ചെയ്തില്ലെങ്കിൽ കാലാകാലങ്ങളിൽ വരുന്ന തൊഴിലാളികൾ അതിന്റെ പരിണത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും.